ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജയ് ഗണേഷ് എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നാരായണൻ എന്നൊരാളാകട്ടെ പാർവതി എന്ന വക്കീലിനെ കാണാൻ വേണ്ടി വരുന്നതാണ്. അയാളുടെ മകനാകട്ടെ ഒരു കള്ളക്കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുന്ന അവൻ കോളേജിലെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ സ്വിഗ്ഗി ഡെലിവറിക്ക് പോയിരുന്നു. എന്നാൽ ആ ഡെലിവറിയിൽ അവന്റെ കയ്യിൽ കൊടുത്ത സാധനത്തിലാകട്ടെ മയക്കുമരുന്ന് കൂടി ഉണ്ടായിരുന്നു. അത് പോലീസുകാർ പിടിക്കുകയും അവൻ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുകയാണ്. അവൻ ആ ഓർഡർ കളക്ട് ചെയ്ത സ്ഥലത്തെ ആളും ആ ഒരു സാധനം ഓർഡർ ചെയ്ത ആളും ഈ ഒരു കേസിൽ നിന്നും ഒഴിവായി. അത് കാരണം കേസ് മുഴുവൻ ഈ പയ്യന്റെ തലയിലായിരുന്നു. അവൻ നിരപരാധി ആയതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവന്റെ അച്ഛൻ. അതിന് ഹെൽപ്പ് ചെയ്യുകയാണ് പാർവതി എന്ന ഈ വക്കീല്. എന്നാൽ അവർക്ക് വേണ്ടത്ര എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. നാളെയാണ് അവസാന ഡേറ്റ്. അന്ന് വീട്ടിലെത്തി പാർവതിയാകട്ടെ ആ കേസിന് വേണ്ടിയിട്ടുള്ള തെളിവ് കിട്ടാത്തതിന്റെ ടെൻഷനിലായിരുന്നു. കറക്റ്റ് സമയത്ത് ജയ് ഗണേഷ് എന്നൊരു ഐഡിയിൽ നിന്നും പാർവതിക്ക് ഒരു മെയിൽ വരുന്നു. ആ കേസിന് വേണ്ട എല്ലാ തെളിവുകളും ആ ഒരു മെയിലുണ്ടായിരുന്നു. പാർവതി തന്റെ ടീമിനെ അപ്പോൾ തന്നെ വിളിച്ചിട്ട് ആ ഡീറ്റെയിൽസ് എല്ലാം കൈമാറുന്നു. തങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു മെയിൽ അയച്ചത് ആരാണെന്ന് അവർക്ക് ഡൗട്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ നായകനെ കാണിക്കുന്നത്. ജയ് ഗണേഷ് എന്ന ആ ഒരു ഐഡിയിൽ നിന്ന് പാർവതിക്ക് മെയിൽ അയച്ചത് നമ്മുടെ നായകനായ ഗണേഷ് തന്നെയാണ്. അരയ്ക്ക് താഴോട്ട് തളർന്ന വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ നായകൻ. ആ ഒരു ഐഡി നോക്കിയ ശേഷം പാർവതിയാകട്ടെ ആരോ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെയെങ്കിലും ട്രാക്ക് ചെയ്തെടുക്കണമെന്ന്. നമ്മുടെ നായകനായ ഗണേഷ് ആകട്ടെ ഹാക്കിങ്ങും സൈബർ സെക്യൂരിറ്റിയൊക്കെ പഠിച്ച വ്യക്തിയാണ്. അത് മാത്രമല്ല അവൻ നല്ലൊരു സ്കെച്ച് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. നീരാളി എന്നൊരു ചാനലിലെ ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബൈക്ക് റേസിംഗിൽ കമ്പമുള്ള ഗണേഷ് ആകട്ടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അച്ഛന്റെ സമ്മതമില്ലാതെ തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയും അങ്ങനെ ആക്സിഡന്റ് ആവുകയും ചെയ്തു. അതിനുശേഷമാണ് അവൻ ഈ കാണുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ അവന്റെ അച്ഛനായ ഗംഗന്റെ സപ്പോർട്ട് കൂടി തന്നെ അവൻ എല്ലാം അതിജീവിച്ച് ആക്സിഡന്റിന് ശേഷം കാല് തളർന്നു പോയ അവനാകട്ടെ ഒരു തവണ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിരുന്നു. അതിനുശേഷം അവന്റെ അച്ഛനാണ് അവനെ മോട്ടിവേറ്റ് ചെയ്ത് ഈ കാണുന്ന നിലയിലെത്തിച്ചിരിക്കുന്നത്. എന്നാൽ പോലും അവന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ആൾക്കാർ അവനോട് സിമ്പതി കാണിക്കുന്നതൊന്നും തന്നെ അവൻ ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ അവൻ നേരെ ഓഫീസിലേക്ക് എത്തുന്നു. ഓഫീസിൽ വെച്ച് അവനോട് ബോസ് പറയുന്നുണ്ട് MLA ആയ പ്രസാദിന്റെ പേരിൽ കൊടുക്കുന്ന ന്യൂസിലാകട്ടെ നെപ്പോട്ടിക് MLA എന്നുകൂടി എഴുതി ചേർക്കാൻ. കൊച്ചിയില് മസാജ് പാർലറുകളുടെ മറവില് പെൺവാണിഭം നടക്കുന്നു എന്നൊരു ന്യൂസ് ആയിരുന്നു അത്. ഈ ഒരു ന്യൂസ് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവന്റെ ബോസ് ആകട്ടെ MLAയോട് ക്യാഷ് ചോദിച്ചിരുന്നു. എന്നാൽ അയാൾ കൊടുക്കാൻ തയ്യാറാകാത്ത കാരണം ആ ദേഷ്യം കൂടിയാണ് അയാളോടൊപ്പം കാണിക്കുന്നത്. താല്പര്യമില്ലാഞ്ഞിട്ട് പോലും ഗണേശിന് ബോസ് പറയുന്നത് കേൾക്കേണ്ടി വരുന്നു. അതിനിടെ തലേന്ന് അവൻ പാർവതിക്ക് അയച്ചു കൊടുത്ത ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് അവൻ കാണുന്നുണ്ട്. ആ പയ്യനാകട്ടെ ജാമ്യം കിട്ടിയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് MLA പ്രസാദിനെയാണ്. തന്നെ പറ്റിയുള്ള നീരാളി ന്യൂസിന്റെ ആ ഒരു റിപ്പോർട്ട് കണ്ട ഉടനെ അയാൾ പറയുന്നുണ്ട് ഇതിന് വലിയ ഇഷ്യൂ ആക്കണ്ട, അയാൾ ചോദിച്ച ക്യാഷ് അങ്ങ് കൊടുത്തേക്കാൻ. കാരണം MLA ഓൾറെഡി മറ്റൊരു ഇഷ്യൂയിൽ പെട്ടിരിക്കുകയാണ്. സ്കന്ദപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള മാലിന്യ പ്ലാന്റിന്റെ ഒരു ഇഷ്യൂ. അതിന്റെ പേരിലാകട്ടെ ഒരു കമ്മിറ്റി സിറ്റിങ്ങിനെ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ ആ സിറ്റിംഗ് നടക്കില്ല എന്ന് MLA പറയുന്നുണ്ട്. അതിനു മുന്നേ തന്നെ അയാൾ ആ പ്ലാന്റ് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ആ പ്ലാന്റിലാകട്ടെ കുറെ നാളായിട്ട് മാലിന്യം കത്തിക്കൊണ്ടിരിക്കുകയും അത് കൊച്ചിയിലെങ്ങും പുക പടർത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതിന്റെ പേരിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്നതിന് മുൻപ് തന്നെ ആ ഒരു പ്ലാന്റ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു അയാൾ. ഇവിടെ നമ്മുടെ ഗണേഷ് ആകട്ടെ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എടുത്തിട്ടിരിക്കുന്ന ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ചു നേരം ഇരുന്ന് മദ്യപിച്ചിട്ട് അവൻ അവന്റെ ജോലിയിലേക്ക് കടക്കുന്നു. അവനാകട്ടെ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു ചിത്രകഥ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കഥയിലെ നായകൻ ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു. പക്ഷെ അതിനിടയിലെല്ലാം തന്നെ അവൻ അവന്റെ അവസ്ഥയെ ആലോചിച്ചിട്ടും ആൾക്കാർക്ക് തന്നോട് തോന്നുന്ന സിമ്പതി ആലോചിച്ചിട്ടും എല്ലാം വിഷമിക്കാൻ തുടങ്ങി. അവന്റെ കൂട്ടുകാരെല്ലാം ഡാൻസ് ചെയ്യുകയായിരുന്നു. അവരുടെ കാലുകളിലേക്ക് നോക്കി അവൻ തന്റെ കാലുകളിലേക്ക് കൂടി നോക്കുമ്പോൾ അവന്റെ കണ്ണ് നിറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ നിധി ബുക്സ് പബ്ലിക്കേഷനിൽ നിന്ന് അവനൊരു കോള് വരുന്നുണ്ട്. ജയ് ഗണേഷിന്റെ സ്റ്റോറി അവൻ അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കത് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനോട് വന്ന് മീറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞ സമയത്ത് അവൻ കാണാനെത്തിയെങ്കിലും നിധി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അവനോട് സംസാരിക്കുന്നത്. തങ്ങളിപ്പോൾ ബുക്കൊന്നും തന്നെ പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ അവളുടെ അമ്മയായിരുന്നു ഗണേഷിനെ വിളിച്ചത്. ആ കഥ ഞാൻ വായിച്ചതാണെന്നും അത് പബ്ലിഷ് ചെയ്യണമെന്നും അവളോട് പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ട എന്ന് നിധി പറയുന്നുണ്ട്. എന്നാലും അവളുടെ അമ്മ തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഹാർഡ് കോപ്പി എല്ലാം തന്നെ വാങ്ങിക്കുന്നു. അമ്മ എന്തിനാ വെറുതെ വയ്യാതാളെ ഇവിടെ വരെ വരുത്തിയെന്ന് അവൾ പറയുന്ന കേട്ടിട്ട് ഗണേഷിന് വിഷമം വരുന്നുണ്ട്. അവൻ അവിടെ നിന്നും പോകുന്നു. ഗണേഷ് നേരെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. അവിടെ അവനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. MLA പ്രസാദിന്റെ മകനായ അയാൻ. അവൻ ആകെയുള്ള നല്ലൊരു കൂട്ട് അയാനായിരുന്നു. അയാന് ഗണേഷ് എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. എന്നാൽ തനിക്കെതിരെ ന്യൂസ് കൊടുത്ത നീരാളി ചാനലിൽ തന്നെയാണ് ഗണേഷ് വർക്ക് ചെയ്യുന്നതെന്ന് MLA പ്രസാദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗണേഷിനോട് ചെറിയൊരു ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു. അതേ ടൈമിൽ പാർവതി ആ ID ട്രാക്ക് ചെയ്ത് ഗണേഷിനെ കണ്ടെത്തിയിരുന്നു. പാർവതി വന്ന് ഗണേഷിന്റെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയാണ്. ആ ടൈമിൽ തന്നെയാണ് നിധിയുടെ അമ്മ പറഞ്ഞിട്ട് നിധി ഗണേഷിന്റെ ആ കഥകൾ വായിക്കുന്നതും. ശരിക്കും ഗണേഷ് അവന്റെ ജീവിതകഥ തന്നെയാണ് ആ ചിത്രകഥയാക്കി മാറ്റിയിരിക്കുന്നത്. ചെറുപ്പത്തിൽ എല്ലാവരാലും ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു കുട്ടി ജീവിതം മടുത്തിട്ട് അവൻ ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. അങ്ങനെ ഒരു കുളത്തിലേക്ക് ചാടി അവനാകട്ടെ ആ കുളത്തിനിടയിൽ തപസ് ചെയ്യുന്ന ഒരു സിദ്ധനെ കാണുന്നു. ആ സിദ്ധനിൽ നിന്ന് അവന് ദിവ്യശക്തി ലഭിക്കുന്നു. അങ്ങനെ ജയ് ഗണേഷ് എന്ന സൂപ്പർ ഹീറോ ഉണ്ടാവുകയാണ്. തനിക്ക് ചുറ്റുമുള്ള ആൾ
ആൾക്കാരുടെ നേരെ വരുന്ന അപകടങ്ങളിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കുകയാണ് ഈ സൂപ്പർ ഹീറോ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഗണേഷ് അച്ഛൻ വിളിച്ചിട്ട് അവിടേക്ക് വരുമ്പം പാർവതി കാണുമ്പോൾ അവനൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നാൽ പാർവതി അവനോട് ആവശ്യപ്പെടുന്നത് കൂടുതൽ കേസുകളിൽ തങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിരുന്നു. നല്ല പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞിട്ടും തൽക്കാലം ഗണേഷിന് അതിനൊന്നും തന്നെ താല്പര്യമില്ലായിരുന്നു. അവന്റെ അച്ഛൻ അവനോട് ആ ജോലി ഏറ്റെടുക്കാൻ പറഞ്ഞെങ്കിലും അവൻ അതിനൊന്നും കൂട്ടാക്കിയില്ല. അവൻ ഇപ്പോഴും എല്ലാവർക്കും ഒരു ബാധ്യതയാണ് എന്നുള്ള ചിന്തയിലാണ് അവൻ ജീവിക്കുന്നത്. നിധിയാകട്ടെ ജയഗണേഷിന്റെ കഥ വായിച്ചതും ശരിക്കും അത് പബ്ലിഷ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അവൾ പിറ്റേന്ന് ഗണേഷിനെ കണ്ടിട്ട് ആ കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അതൊരു പുസ്തക രൂപത്തിൽ മാത്രമല്ലായിരുന്നു, അവരുടെ ആപ്പിലും പബ്ലിഷ് ചെയ്യാൻ അവൾ താല്പര്യം കാണിച്ചു. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആവുകയാണ്. പകലെല്ലാം തന്നെ അവൻ ഗ്രാഫിക് ഡിസൈനറിന്റെ ജോലിയും രാത്രിയിൽ ഇതുപോലെ പല കേസുകളിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്കിങ്ങും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ അന്ന് രാത്രിയാകട്ടെ 12ഓളം മോഷണങ്ങൾ നടത്തിയ ഒരു മോഷ്ടാവിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലൂ എല്ലാം തന്നെ പോലീസുകാർക്ക് കൈമാറുന്നു. അങ്ങനെ അന്ന് രാത്രി തന്നെ ആ കള്ളനെ പോലീസുകാർ പിടിക്കുന്നുണ്ട്. എന്നാൽ പിറ്റേന്ന് രാവിലെയാണ് അവൻ ഞെട്ടിക്കുന്ന ഒരു സത്യം തിരിച്ചറിയുന്നത്. 12 മോഷണങ്ങൾ നടത്തിയ ആ മോഷ്ടാവ് വീണ്ടും ഒരു മോഷണം നടത്തിയിരിക്കുന്നു. തലേന്ന് രാത്രി പോലീസുകാരാൽ പിടിക്കപ്പെട്ടത് ഒരു പാവ മോഷ്ടാവായിരുന്നു. അയാൾ തന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണം എടുക്കാനാണ് മോഷ്ടിക്കാൻ കയറിയത്. നിർഭാഗ്യവശാൽ അയാളുടെ പേരിൽ ആ 12 കേസുകളും വരികയാണ്. താൻ ഉദ്ദേശിച്ച യഥാർത്ഥ മോഷ്ടാവിനെയല്ല പോലീസുകാർ പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായതോടുകൂടി ഗണേഷ് ആകെ സങ്കടത്തിലായി. അയാളെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ പാർവതിയെ പോയി കണ്ടെങ്കിലും ഒന്നും നടന്നില്ല. കാര്യങ്ങളെല്ലാം നിധിയോടും പറഞ്ഞു. എന്തായാലും അയാൾ ചെയ്തത് മോഷണക്കുറ്റം തന്നെയല്ലേ, അതുകൊണ്ട് നീ റിലാക്സ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ അയാളൊരു പാവത്താനാണെന്നും അയാളുടെ മകൾക്ക് വേണ്ടിയിട്ട് സ്വർണം കേൾക്കാൻ ആദ്യമായിട്ട് കയറിയതാണെന്നും അവൻ പറയുന്നു. ബാക്കിയുള്ള 12 എണ്ണവും ചെയ്തത് മറ്റൊരാളാ. ആ കേസ് കൂടി ഇയാളുടെ തലയിലായിരിക്കുന്നു. അതിനെല്ലാം കാരണം ഞാൻ തന്നെയാണ്. ആ സങ്കടം കാരണം അവൻ വീണ്ടും സൈബർ സെല്ലിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് യഥാർത്ഥ മോഷ്ടാവിനെയല്ല നിങ്ങൾ പിടിച്ചിരിക്കുന്നതെന്ന്. എന്നാൽ അതൊന്നും തന്നെ കേൾക്കാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. അന്നാകട്ടെ അയാന്റെ ബർത്ത്ഡേ ആയിരുന്നു. വൈകിട്ട് ഒരു പാർട്ടി ഉണ്ടെന്നും അതിനെന്തായാലും ഗണേഷ് വരണമെന്നും അയാൻ പറയുന്നുണ്ട്. അയാൻ അവനെ ഹീറോ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അയാന്റെ പാർട്ടിയെല്ലാം അറ്റൻഡ് ചെയ്ത ശേഷം പുറത്തേക്കിറങ്ങിയ ഗണേഷിനെ കാണാൻ വേണ്ടിയിട്ട് അയാൻ പുറത്തേക്കിറങ്ങി വരുന്നു. നമുക്കൊരു റേസ് നടത്താമെന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ ഓടിക്കളിക്കുകയായിരുന്നു അയാൻ. അതിനിടയിൽ ഗണേശനാകട്ടെ നിധിയുടെ കോള് വരുന്നുണ്ട്. അവന്റെ ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പബ്ലിഷറിനെ കാണാൻ പോവുകയാണ് നിധി. 9 മണിക്കാണ് മീറ്റിംഗ്. അവനും കൂടെ വരണമെന്ന് നിധി പറയുന്നുണ്ട്. ആ കോള് കട്ട് ചെയ്തതും ഒരു കാറാകട്ടെ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അവൻ കാണുന്നുണ്ട്. അയാൻ ധരിച്ചിരുന്ന സൂപ്പർമാന്റെ ഡ്രസ്സ് കണ്ടതും അയാനെ ആരോ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ കാറിന്റെ പിറകെ പോകാൻ ശ്രമിച്ചെങ്കിലും അയാളെ പിടിക്കാൻ സാധിച്ചില്ല. മുഖംമൂടി ധരിച്ച് കയ്യിൽ ടാറ്റു ഉള്ള ഒരാളായിരുന്നു അത്. പാതി ഫേസ് മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സംഭവം അറിഞ്ഞിട്ട് സ്ഥലത്തെ പോലീസുകാരെല്ലാം അവിടേക്ക് വരുന്നതാണ്. MLA മകനായതുകൊണ്ട് തന്നെ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നുള്ള പ്രഷർ ഉണ്ടായിരുന്നു. വിറ്റ്നസ് ആയിട്ട് ഗണേഷ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ കണ്ട കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചറിയുന്നു. ആ കാറിന്റെ നമ്പർ ഗണേഷ് പറയുന്നുണ്ട്. അവരത് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കുറച്ചു ദൂരം കഴിഞ്ഞു കഴിയുമ്പോൾ ആ കാർ പിന്നെ കാണാതായിരിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ പോയി സെർച്ച് ചെയ്യുമ്പോഴാകട്ടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അയാനെ തട്ടിക്കൊണ്ടുപോയ ആ കാർ കിടക്കുന്ന കാണുന്നു. അവിടെ നിന്നും മറ്റൊരു വാഹനത്തിലായിരിക്കാം അവനെ കൊണ്ടുപോയിരിക്കുന്നത്. ആ ഒരു വെഹിക്കിൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടുള്ള പണിയാണ്. ഇനി ഏകയുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക എന്നതായിരുന്നു. പാതി ഫേസ് ഓൾറെഡി ഗണേഷ് കണ്ടിട്ടുണ്ട്. അവന് തന്നെ സ്കെച്ച് ചെയ്യാൻ കഴിയുമെന്ന് അവൻ പറയുന്നു. അങ്ങനെ മാസ്ക് ധരിച്ച അയാളുടെ പാതി ഫേസ് അവൻ സ്കെച്ച് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് AI ക്യാമറയുടെ സപ്പോർട്ടോട് കൂടി ആ ട്രാഫിക്കിനിടയിലൂടെ അയാൾ ഏതെങ്കിലും വണ്ടിയിൽ കുട്ടിയും കൊണ്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിൽ ഗണേഷ് തന്നെ അവസാന ആളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഒരു ആൾട്ടോ കാറിലാണ് അയാൾ സഞ്ചരിച്ചിരുന്നത്. അയാളുടെ ആ വണ്ടി ട്രാക്ക് ചെയ്യുമ്പോഴാകട്ടെ MG റോഡിനും കലൂറിനും ഇടയ്ക്കായിട്ട് അയാൾ 32 മിനിറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ നോർമലി ആ ഒരു ദൂരം കവർ ചെയ്യാൻ അത്രയും സമയം എടുക്കില്ലായിരുന്നു. അയാൾ അതിനിടയ്ക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അയാളുടെ അവസാനത്തെ സ്റ്റോപ്പ് ചേർത്തലയാണ്. ചിലപ്പോൾ പോലീസിനെ ചുറ്റിക്കാൻ വേണ്ടിയിട്ട് അയാൾ മനഃപൂർവ്വം സമയമെടുത്ത് പല റൂട്ടിൽ കറങ്ങിയതായിരിക്കാം. അങ്ങനെ അവർ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ആ കാർ ട്രേസ് ചെയ്ത് പോകുമ്പോഴാകട്ടെ അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവർ കണ്ടെത്തുകയാണ്. ഇവിടെ MLA പ്രസാദ് ആകട്ടെ പോലീസുകാരെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഗണേഷ് പറയുന്നുണ്ട് അയാളുടെ പാതി ഫേസ് ഫുൾ ഫേസ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് AI ടൂളിന്റെ സഹായത്തോടു കൂടി ഒരു ചിത്രം വരയ്ക്കാമെന്ന്. അങ്ങനെ ഗണേഷ് ആകട്ടെ പല രീതിയിൽ അയാളുടെ ഫേസ് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ വരച്ച പല ചിത്രങ്ങൾ വെച്ചിട്ട് അവർ മാച്ച് ചെയ്ത് നോക്കിയെങ്കിലും ഒന്നും തന്നെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനമായിട്ട് അവൻ ഒരു ചിത്രം കൂടി വരയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് 10 മണിക്കൂർ പിന്നിട്ടിരുന്നു. അന്ന് ക്ലബ് എഫ്എമ്മിലേക്ക് ആ കിഡ്നാപ്പറിന്റെ കോള് വരുന്നു. അവരത് നേരെ പോലീസിന് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അയാൾ ഒരു തമിഴനായിരുന്നു. അയാളുടെ പേര് മോഹൻ സെൽവരാജ്. നിങ്ങളുടെ മകനെ കാണാതായപ്പോഴേക്കും നിമിഷ നേരത്തിനുള്ളിൽ ഒരു വലിയ പോലീസ് ടീമിനെ തന്നെ കൊണ്ടുവന്ന് അന്വേഷിക്കാൻ സാധിക്കുന്നു. കാശും പദവിയുള്ള വീട്ടിലെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. കോടിക്കണക്കിന് പണം നീ കൊള്ളയടിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇന്നുണ്ടാകാൻ പോകുന്നില്ല. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ എന്റെ മകൾ ശ്വസിച്ച അതേ ഗ്യാസ് ശ്വസിച്ച് നിന്റെ മകനും മരിക്കും. MLA പ്രസാദിന് അയാൾ ആരാണെന്ന് ഓർമ്മ വന്നു. അവർ പെട്ടെന്ന് തന്നെ ഈ മോഹൻ സെൽവരാജിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. മകനെ രക്ഷിക്കാൻ സാധിക്കും
രക്ഷിക്കുമെങ്കിൽ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ആ കോള് കട്ട് ചെയ്യുന്നു. അവരെടുത്ത റിയൽ മോഹൻ സെൽവരാജിന്റെ ഫോട്ടോയും ഗണേഷ് വരച്ച ഫോട്ടോയും ഒന്നു തന്നെയായിരുന്നു. ഇനിയാണ് സെൽവരാജിന്റെ കഥ കാണിക്കുന്നത്. സെൽവരാജ് ഒരു തമിഴനായിരുന്നു. അയാൾ മലയാളിയായ ബിന്ദുവിനെ വിവാഹം കഴിച്ച ശേഷം കൊച്ചിയിൽ വന്ന് താമസിക്കുകയാണ്. അയാളുടെ മകൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. സ്കന്ദപുരം മാലിന്യ പ്ലാന്റിന്റെ അടുത്താണ് അവർ താമസിച്ചിരുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലമാണ് അയാളുടെ വൈഫ് മരിച്ചത്. അവിടെ തന്നെയാണ് അയാളുടെ വൈഫിനെ അടക്കം ചെയ്തിരിക്കുന്നത്. ആ കുട്ടി യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇവിടെ രാത്രിയായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പുകയാണെന്നും ചുമച്ച് ഉറങ്ങാൻ പോലും സാധിക്കില്ല എന്നും. ഈ മാലിന്യ പ്ലാന്റിൽ നിന്നും കത്തിക്കൊണ്ടിരിക്കുന്ന വേസ്റ്റിന്റെ പുക കാരണം അടുത്തുള്ള ആർക്കും തന്നെ താമസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ മോഹൻ സെൽവരാജ് കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. എന്നാൽ വിധി അയാൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഏകദേശം 6 മാസമായിട്ട് യൂട്യൂബിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഗണേഷ് തിരിച്ച് ഫ്ളാറ്റിലേക്ക് വരുമ്പോൾ നിധി പബ്ലിഷറിനെ കാണാൻ പോവാൻ അവനെയും വിളിക്കുന്നുണ്ട്. എന്നാൽ അവൻ വരുന്നില്ല എന്ന് പറയുന്നു. തനിക്ക് എങ്ങനെയെങ്കിലും അയാനെ കണ്ടെത്തണമെന്നൊരു ചിന്ത മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. പോലീസുകാരാകട്ടെ അയാളുടെ ലൈവ് വീഡിയോസ് എല്ലാം തന്നെ നോക്കുന്നുണ്ട്. അയാൾ തമിഴനാണെങ്കിലും വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് താമസം. അതുകൊണ്ട് നന്നായിട്ട് മലയാളം സംസാരിക്കും. അങ്ങനെ ഒരു ലൈവിനിടയിലാകട്ടെ അയാളുടെ മകൾ ബോധം കെട്ട് വീഴുന്ന കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞിന്റെ വായിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. അയാൾ അയാളുടെ മകളെ എടുത്തുകൊണ്ട് ഓടുന്നു. പ്ലാന്റിൽ നിന്ന് വരുന്ന പുക ശ്വസിച്ച് അയാളുടെ മകളും മരിച്ചു പോവുകയാണ്. അയാൾ ഇപ്പോൾ അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. അയാൾ അപ്പോഴും ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൈവിൽ അയാളാകട്ടെ എന്തോ ഒരു മരുന്ന് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുന്നുണ്ട്. താൻ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രസാദിന്റെ മകനെ കണ്ടെത്താൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അത് ചെയ്തത്. പോലീസുകാർ എത്രയും പെട്ടെന്ന് അയാളുടെ വീട്ടിലേക്ക് എത്തിയെങ്കിലും അതിനോടകം അയാൾ മരിച്ചിരുന്നു. അയാളുടെ ലാപ്ടോപ്പിൽ അപ്പോഴും ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗണേഷ് ആകട്ടെ അയാളുടെ ലാപ്ടോപ്പ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും പോലീസുകാർ വന്ന് അത് ക്ലോസ് ചെയ്തെടുത്തോണ്ട് പോകുന്ന കാരണം അവനത് ഫുള്ളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. കന്തപുരത്തെ ഇഷ്യൂ അന്വേഷിക്കാൻ വന്ന സെൻട്രൽ കമ്മിറ്റി ആകട്ടെ നാളെ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ ഇരിക്കുകയാണ്. അതിനു മുൻപേ ആ പ്ലാന്റ് ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MLA പ്രസാദ് പ്ലാൻ ഇടുന്ന കാര്യം പോലീസുകാരും അറിയുന്നു. അതിനോടുള്ള പ്രതിഷേധം കൂടിയാണ് മോഹൻ സെൽവരാജിന്റെ ഈ കിഡ്നാപ്പിംഗ്. മോഹൻ ഇപ്പോഴും കുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അയാൾക്ക് റിലേറ്റീവ്സ് ആയിട്ട് ആരുമില്ല. അയാൾ ഫോൺ പോലും യൂസ് ചെയ്യാറില്ലായിരുന്നു. പ്ലാന്റിനെ സംബന്ധിക്കുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ അവരാദ്യം പ്ലാന്റ് പരിശോധിക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെ ആകട്ടെ ഇപ്പോഴും മാലിന്യം കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ അവിടെ നിന്നെങ്ങും അയാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസുകാർ വീണ്ടും മോഹന്റെ ലാപ്ടോപ്പ് ഓണാക്കുമ്പോൾ അത് ആക്സസ് ചെയ്യാൻ ഗണേഷ് വീണ്ടും ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ അയാളുടെ വീഡിയോസ് എല്ലാം അവൻ കാണുന്നു. അതിലൂടെ അയാൾ കിഡ്നാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവന് കിട്ടുന്നുണ്ട്. അയാൾ ഒരു ക്ലോറിൻ സിലിണ്ടർ വാങ്ങിയിരുന്നു. അയാളുടെ പിക്സ് എല്ലാം തന്നെ അയാളുടെ ലാപ്ടോപ്പിലും ഉണ്ടായിരുന്നു. മാത്രമല്ല അയാൾ ഒരു വലിയ സൗണ്ട് ബോക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വനിതാ തിയേറ്ററിൽ അയാൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താകട്ടെ അയാനെ കാണിക്കുന്നുണ്ട്. അവൻ ഏതോ ഒരു സ്ഥലത്ത് അടച്ചു മൂടിയിട്ടിരുന്ന ഒരു റൂമിനുള്ളിൽ ബോധം വീഴുകയാണ്. ഡോറ് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അവനതിന് സാധിച്ചില്ല. ഗണേഷ് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ തങ്ങളുടെ സിസ്റ്റം ആരോ ആക്സസ് ചെയ്യുന്നതായിട്ട് പോലീസുകാർക്ക് മനസ്സിലായി. അവർ പെട്ടെന്ന് തന്നെ അത് ഡിസ്കണക്ട് ചെയ്യുന്നു. തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പോലീസുകാരെ അറിയിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പോകാൻ നേരം നിധി തടയുന്നുണ്ട്. കാരണം ഇന്ന് 9 മണിക്ക് മീറ്റിംഗിന് പോകേണ്ടതാണ്. എന്നാൽ അതൊന്നും തന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഒടുവിൽ അവന്റെ അവസ്ഥ മനസ്സിലായി കഴിയുമ്പോൾ ആ മീറ്റിംഗിൽ താൻ തനി അറ്റൻഡ് ചെയ്യാമെന്ന് നിധി സമ്മതിക്കുന്നു. അവൻ നേരെ സ്റ്റേഷനിലെത്തി അവരോട് അയാൾ ഓർഡർ ചെയ്ത ക്ലോറിൻ ഗ്യാസിനെ പറ്റിയും സൗണ്ട് ബോക്സിനെ പറ്റിയും അയാൾ വനിതാ തിയേറ്ററിൽ എടുത്ത ടിക്കറ്റിനെ പറ്റിയും എല്ലാം തന്നെ പറയുന്നുണ്ട്. ആ വനിതാ തിയേറ്ററിലെ ഒരു സ്ക്രീൻ ആകട്ടെ സൗണ്ട് റിനോവേഷന് വേണ്ടിയിട്ട് ഒഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോഴേക്കും പോലീസുകാർക്ക് എവിടെ നിന്നോ ഒരു സൂം ലിങ്ക് മെസ്സേജ് ആയിട്ട് വരുന്നു. മോഹൻ മരിക്കുന്നതിന് മുൻപ് തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അവരത് കണക്ട് ചെയ്യുമ്പോൾ അയാനെ കിഡ്നാപ്പ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമാണ് കാണുന്നത്. അവർ അയാനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഗണേഷിനെ കണ്ടപ്പോൾ അയാൻ ഒന്ന് റിലാക്സ് ആയി. ഗണേഷ് അവനോട് പറയുന്നുണ്ട് ഇതൊരു ഗെയിം ആണെന്നും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോ എന്ന് നോക്കാനും. അവൻ അവിടെ എല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. അവനൊരു പൊട്ടിയ CD മാത്രമാണ് കിട്ടുന്നത്. അതിൽ ലൂം എന്നാണ് എഴുതിയിരിക്കുന്നത്. പോലീസുകാരാകട്ടെ വനിതാ തിയേറ്ററിലേക്ക് പോയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്കൊന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല. പെട്ടെന്ന് ആ കണക്ഷൻ പോവുകയും അവർക്ക് അയാനെ കാണാതാവുകയും ചെയ്യുന്നു. അവനെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിനുള്ളിൽ തന്നെ ആ ക്ലോറിൻ ഗ്യാസ് അയാൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഓരോ നിമിഷവും അത് തന്നെയാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് ഏതെങ്കിലും പ്രൈവറ്റ് VPN ആയിരിക്കാമെന്ന് ഗണേഷ് പറയുന്നു. കൊച്ചിയിൽ പലരും ഇതുപോലൊരു പ്രൈവറ്റ് VPN ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാൻ സാധ്യതയുണ്ടെന്നും അവൻ പറയുന്നു. അങ്ങനെ അവനാകട്ടെ ഒരു IP കണ്ടുപിടിക്കുന്നുണ്ട്. ആ IPയിൽ നിന്നാകട്ടെ ഇപ്പോൾ സ്വിഗ്ഗിയിലേക്ക് ഒരു ഓർഡർ പോയിട്ടുണ്ട്. അതിനെന്തോ പ്രത്യേകത ഉണ്ടെന്ന് അവൻ പറയുന്നു. അവൻ ആ ഓർഡർ പോയിട്ടുള്ള റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് വിളിക്കുന്നുണ്ട്. അവരത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 3 ഓർഡേഴ്സ് ആണ് ആ IPയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. ആ 3 ഓർഡേഴ്സിന്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് അവർ എടുക്കുന്നു. മാത്രമല്ല പോലീസുകാരുടെ കയ്യിൽ നിന്ന് മോഹന്റെ ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ടും അവൻ പരിശോധിക്കുന്നുണ്ട്. അതിൽ നിന്നും മോഹന് തോമാച്ചൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. അതിൽ നിന്നും മോഹനാകട്ടെ തോമാച്ചൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്ത് കൊടുത്തതിന്റെ ബില്ല് കാണുന്നുണ്ട്.
പറയുന്നുണ്ട്. IP അഡ്രസ് വെച്ചിട്ട് അവർ കണ്ടെത്തിയ റെസ്റ്റോറന്റും ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ തോമാച്ചായന്റെ റെസ്റ്റോറന്റും കലൂർ തന്നെയാണ്. അങ്ങനെ ഈ തോമാച്ചായന്റെ ചഞ്ചൽ ഫുഡ്സ് എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അതിൽ നിന്നും അയാളുടെ വീടും ഓഫീസും കൂടി ചേർന്നിട്ടുള്ള ഒരു പിക്ക് കൂടി അവർക്ക് കിട്ടുന്നു. ചിലപ്പോൾ ഈ വീട്ടിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അയാൻ ചിലപ്പോൾ അതിനുള്ളിലാകാനും സാധ്യതയുണ്ട്. അങ്ങനെ പോലീസുകാർ ആ വീട് അന്വേഷിച്ചു പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവരവിടെ എല്ലാം തന്നെ പരിശോധിക്കുന്നു. അപ്പോഴേക്കും അയാനെ അവർ റീകണക്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇപ്പൊ തന്നെ ആൾക്കാർ അവിടെ എത്തുമെന്നും പ്രസാദ് പറയുന്നു. അങ്ങനെ അവർ ആ വീടെല്ലാം പരിശോധിച്ചിട്ട് ഹോം തിയേറ്റർ ഉണ്ടാകുമെന്ന് കരുതിയ ആ ഒരു റൂം തുറന്ന് അകത്തേക്ക് കയറുമ്പോഴാകട്ടെ നിർഭാഗ്യവശാൽ അത് അയാൻ കിടക്കുന്ന റൂമല്ലായിരുന്നു. അയാൻ മറ്റെവിടെയോ ആയിരുന്നു. അവരുടെ ആകെയുള്ള പ്രതീക്ഷ അതോടുകൂടി നഷ്ടപ്പെട്ടു. അതോടുകൂടി ഗണേഷ് പറയുന്ന കാര്യങ്ങളൊന്നും പിന്നീട് പോലീസുകാർ കേൾക്കാൻ നിൽക്കുന്നില്ല. നേരത്തെ IP അഡ്രസ്സിലൂടെ ഫുഡ് ഡെലിവറി ചെയ്ത 3 അഡ്രസ് അവർ കണ്ടെടുത്തെങ്കിലും അതെല്ലാം ഇൻഫോ പാർക്ക് ആയിരുന്നു. അതുകൊണ്ട് അവിടെയാകാൻ ചാൻസ് ഇല്ല എന്നും അവർക്ക് തോന്നുന്നു. ഇതിനിടയിലാകട്ടെ അയാന്റെ വീഡിയോ ലീക്ക് ആകുന്നുണ്ട്. അത് അവരുടെ കൂട്ടത്തിലൊരു പോലീസുകാരാണ് മീഡിയയ്ക്ക് ലീക്കാക്കുന്നത്. എന്നാൽ പോലീസുകാരെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇതെല്ലാം ഗണേഷാണ് ചെയ്തതെന്ന്. അതിന്റെ പേരിൽ അവനെ വിളിച്ച് അവർ കുറെ ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. താനല്ലതൊന്നും ചെയ്തതെന്ന് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. ആകെ തകർന്നിരുന്ന ഗണേഷിനെ അവന്റെ അച്ഛൻ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അവൻ വീണ്ടും അയാനെ കണ്ടെത്താൻ തന്നെ ശ്രമിക്കുന്നു. നേരത്തെ അവർ കണ്ടുപിടിച്ച ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ തലേ ദിവസം മോഹൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നു. ആ ഹോട്ടലിലോ തിയേറ്ററിലോ മോഹന് വേണ്ടിയിട്ടുള്ള ആരോ ഒരാളുണ്ട്. അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് മോഹൻ ഹോട്ടലിൽ പോയതും തിയേറ്ററിലേക്ക് സിനിമ കാണാനെന്ന രീതിയിൽ ടിക്കറ്റ് എടുത്ത് പോയതും. അതാരാണെന്ന് കണ്ടെത്തണം. ഇവിടെ അയാനാകട്ടെ തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ആ ഗ്യാസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ഈ വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോലീസുകാരെ വിളിച്ചെങ്കിലും അവരാരും ഫോൺ എടുത്തില്ല. അതുകൊണ്ട് അവൻ സ്വയം അന്വേഷിച്ചിറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി അവൻ ഒരു ക്യാബ് ബുക്ക് ചെയ്യുന്നു. ഈ ക്യാബ് ഓടിക്കുന്ന പയ്യനാകട്ടെ അവൻ തുടക്കത്തിൽ മയക്കുമരുന്ന് കേസിൽ നിന്ന് രക്ഷിച്ച അതേ പയ്യൻ തന്നെയായിരുന്നു. അവൻ നേരെ തിയേറ്ററിലെത്തിയിട്ട് അവിടെ റെനോവേഷൻ നടക്കുന്ന സ്ഥലത്ത് ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അവിടെയുള്ള ആളോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. അയാളിൽ നിന്നും ആരാണ് അവിടെ ഇൻസ്റ്റാളേഷൻ ഒക്കെ നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. രാജശേഖരൻ എന്നൊരാളാണ് അതെല്ലാം നോക്കുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് അവൻ ആ രാജശേഖരന്റെ ഫോൺ നമ്പർ വാങ്ങി വിളിച്ചെങ്കിലും അത് സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അവൻ ഒന്നുകൂടി മോഹൻ തലേന്ന് ഹോട്ടലിലിരിക്കുന്ന ആ വീഡിയോ പരിശോധിക്കുന്നുണ്ട്. അതിൽ മോഹൻ ഒരാളുടെ പിറകെ ഇറങ്ങി പോകുന്നതായിട്ട് കാണുന്നു. അവൻ അയാളുടെ ഫോട്ടോ ഇയാളെ കാണിക്കുമ്പോഴാകട്ടെ അയാൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് രാജശേഖരൻ എന്ന്. രാജശേഖരനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ അസിസ്റ്റന്റിന്റെ നമ്പർ അവൻ സംസാരിച്ചു കൊണ്ടുനിന്ന ആളിൽ നിന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അവന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് ചോദിക്കുമ്പോൾ രാജശേഖരന്റെ ഫോൺ കാണാതായി എന്നും അയാളാകട്ടെ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് എന്നുമാണ് അവൻ പറയുന്നത്. രാജശേഖരൻ അടുത്തിടെ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നതെന്ന് ചോദിക്കുമ്പോൾ തലേന്ന് ഇൻഫോ പാർക്കിലെ വർക്ക് എന്നാണ് സാർ പറഞ്ഞിരുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ കണ്ടെത്തിയ IP അഡ്രസ്സിലെ ഫുഡ് ഡെലിവറി വന്നിരിക്കുന്നതും ഇൻഫോ പാർക്കിൽ നിന്നാണ്. ഇപ്പൊ ഇവൻ പറയുന്നുണ്ട് രാജശേഖരൻ പണിയെടുക്കാൻ പോയതും ഇൻഫോ പാർക്കിൽ തന്നെയാണെന്ന്. അങ്ങനെ ഗണേഷ് എല്ലാം കൂടി കൂട്ടി നോക്കുന്നുണ്ട്. ഇൻഫോ പാർക്കിലും ഇതുപോലത്തെ ചെറിയ തിയേറ്റേഴ്സ് ഉണ്ട്. അതിനുള്ളിലാകാം അയാനുണ്ടാവുക. അവൻ ഈ വിവരങ്ങൾ പോലീസുകാരെ വിളിച്ച് പറഞ്ഞെങ്കിലും അവരതൊന്നും മൈൻഡാക്കിയില്ല. അവൻ വീണ്ടും ആ ഡ്രൈവറെ കൂട്ടി നേരെ ഇൻഫോ പാർക്കിലേക്ക് പോവുകയാണ്. അവൻ പാർവതിയെ വിളിച്ച് കൊച്ചി ഇൻഫോ പാർക്കിലെ CEO ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും അങ്ങനെ നേരെ എത്തി അയാളോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അവിടുത്തെ CCTV പരിശോധിക്കുമ്പോഴാകട്ടെ രാജശേഖരൻ അവിടെ വന്നതിന്റെ ഒരു തെളിവ് അവിടെ ഇല്ലായിരുന്നു. അയാന്റെ സ്ഥിതിയാകട്ടെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അവന് നല്ലപോലെ ശ്വാസം എടുക്കാൻ പോലും കഴിയുന്നില്ല. ഇവിടെ ഇല്ലെങ്കിൽ അയാൻ പിന്നെ എവിടെയായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. മോഹൻ കലൂരുള്ള ഹോട്ടലിലും അവിടെയുള്ള തിയേറ്ററിലുമാണ് പോയിരിക്കുന്നത്. ചിലപ്പോൾ കലൂർ ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കാം കുട്ടിയുള്ളത്. എന്തായാലും ആ ഹോട്ടലിൽ പോയി അന്വേഷിക്കാൻ അവൻ തീരുമാനിക്കുന്നുണ്ട്. അവിടെ ചെന്ന് രാജശേഖരന്റെ ഫോട്ടോ കാണിക്കുമ്പോഴാകട്ടെ ആ ഹോട്ടലുടമ പറയുന്നുണ്ട് ഇയാൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ഒന്നും തന്നെയല്ല, തനിക്ക് അറിയില്ല എന്ന്. പക്ഷെ ആ സമയത്ത് ആ ഹോട്ടലിൽ ഒരുപാട് IT എംപ്ലോയീസ് വന്നു പോകുന്നുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് IT കമ്പനി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ കലൂരും ഇൻഫോ പാർക്ക് ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ശരിക്കും ഗണേഷിന് അറിയില്ലായിരുന്നു കലൂരും ഇൻഫോ പാർക്ക് ഉണ്ട് എന്ന്. അവൻ ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ കലൂരുള്ള ഈ ഇൻഫോ പാർക്കിലായിരിക്കാം മോഹൻ അയാനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അവന് തോന്നുന്നു. അവൻ അവിടേക്ക് പോകുന്ന വഴിക്ക് തന്നെ പോലീസുകാർക്ക് ഒരു മെസ്സേജ് കൂടി അയക്കുന്നുണ്ട്. അവൻ കലൂർ ഓഫീസിലെത്തി അവിടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് തലേന്ന് രാജശേഖരൻ തങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു എന്ന്. അയാളുടെ ഒരു അസിസ്റ്റന്റ് സൗണ്ട് സിസ്റ്റത്തിൽ വേറെ എന്തുകൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അത് അയാൾ അയച്ച മെസ്സേജ് അല്ലെന്നും അയാളുടെ ഫോൺ തട്ടിയെടുത്തത് മോഹനാണെന്നും മോഹനാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചതെന്നും മോഹൻ ഇവിടേക്ക് കുട്ടിയും കൊണ്ട് വന്ന് കുട്ടിയെ ഇവിടെ ഒളിപ്പിച്ച ശേഷം ഇവിടെ നിന്നും പോയതാണെന്നും അവൻ പറയുന്നു. അവൻ ഉച്ചയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്ത കാര്യം കൂടി അയാളോട് ചോദിക്കുമ്പോൾ അത് തങ്ങളാണ് ഓർഡർ ചെയ്തതെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ VPN തന്നെയാണ് നേരത്തെ സൂം മീറ്റിംഗിനും കണക്ട് ചെയ്തിരിക്കുന്നത്. അതേ VPNൽ നിന്ന് തന്നെയാണ് ഫുഡ് ഓർഡറും പോയിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും അയാനിരിക്കുന്ന സ്ഥലം ഇത് തന്നെയാണെന്ന് അവൻ കൺഫേം ആക്കുന്നു. അവരവിടുത്തെ ചെറിയ തിയേറ്ററിലേക്ക് കടന്നെങ്കിലും ആ ഡോറ് തുറക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഡിജിറ്റൽ ലോക്കായിരുന്നു അത്. IT-യിൽ ഡിപ്ലോമയുള്ള മോഹനാകട്ടെ അതും നശിപ്പിച്ചിട്ടാണ് അവിടെ നിന്നും പോയിരിക്കുന്നത്. മാനുവലി ആ ഡോറ് ഓപ്പൺ ആക്കാനും സാധിക്കില്ല. അയാൾ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. ഗണേഷ് ആകട്ടെ ആ ഡോർ ലോക്ക് ഹാക്ക് ചെയ്യുകയും അവന്റെ ഫേസ് കാണിച്ചാൽ തുറക്കാവുന്ന
രീതിയിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെയും മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. എഴുന്നേറ്റ് നിന്ന് അവന്റെ ഫേസ് അവന് കാണിക്കാൻ സാധിക്കില്ല. അവൻ തന്നെ കൊണ്ടാവുന്ന വിധം ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. പലതവണ അവൻ താഴേക്ക് വീഴുന്നു. ഒടുവിൽ അയാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ എങ്ങനെയൊക്കെയോ നിന്ന് അവന്റെ ഫേസ് അതിൽ കാണിക്കുകയും ആ ഡോർ ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ഉള്ളിലേക്ക് നിരങ്ങി നീങ്ങി ബോധം കെട്ട് കിടന്ന അയാനെ അവൻ വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് തന്റെ നെഞ്ചിലേക്ക് ഇടുന്നു. ഇതിനോടകം തന്നെ മെസ്സേജ് കിട്ടിയ പോലീസുകാർ അവിടേക്ക് വരികയും അവർ രണ്ടുപേരെയും രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ നിധിയുടെ മീറ്റിംഗ് നന്നായിട്ട് പോയിരുന്നു. ഗണേഷിന്റെ ആ കഥ ഏറ്റെടുക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു. ന്യൂസിലെങ്ങും തന്നെ അയാന്റെ ഇന്റർവ്യൂ ആണ് കാണുന്നത്. തന്നെ രക്ഷിച്ച സൂപ്പർ ഹീറോ ജയ് ഗണേഷ് ആണെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഗണേഷ് അവന്റെ ലൈഫിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അവൻ വീണ്ടും ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവനൊരു മെസ്സേജ് വരുന്നു. അവനിടയ്ക്ക് ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുത്തില്ലേ, എന്നാൽ ആ കള്ളന് പകരം ഒരു പാവത്താനെയാണല്ലോ പോലീസുകാർ പിടിച്ചത്. ആ കേസിലെ യഥാർത്ഥ കള്ളനാണ് അവനിപ്പം മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ കള്ളൻ ഗണേഷിനെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ജയ് ഗണേഷും കള്ളനും തമ്മിലുള്ള വാറാണ് നടക്കാൻ പോകുന്നതെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.